പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. ഈ നല്ല കറുത്ത ദിവസത്തിൽ കർത്താവ് തന്നൊരു നല്ല ചിന്ത പറയാം. വിശ്വാസം അത് ഊഴം കാത്തു നിൽക്കില്ല, പകരം അവസരത്തിനൊത്തുയരുകയും അവസ്ഥകൾ മാറുവോളം കർത്താവിൽ ആശ്രയിക്കുകയും മുന്നോട്ട് കുതിക്കുകയും ചെയ്യും. അത് ലക്ഷ്യപ്രാപ്തിയിലെത്തും. ആമേൻ, ആമേൻ. ഈ മനോഹരമായ വാക്കുകളുടെ പ്രവൃത്തി കർത്താവിൻ്റെ അടുക്കൽ വന്ന യായിറോസിനെ നോക്കിയാൽ മനസ്സിലാവും. കർത്താവ് ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വരികയാണ്. ജനങ്ങൾ അവനായി കാത്തിരിക്കുകയാണ്, സന്തോഷത്തോടെ കൈക്കൊള്ളുകയാണ്. എന്നാൽ അവരുടെ മധ്യത്തിലേക്ക് യായിറോസ് വന്നു. യേശുവിൻ്റെ കാൽക്കൽ വീണു, അവനെ നമസ്കരിച്ചു. എന്നിട്ട് കർത്താവിനെ കാത്തിരുന്ന പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അവൻ യേശുവിനെ കൂട്ടിക്കൊണ്ട് പോവുക. എന്താ കാര്യം? അവൻ്റെ 12 വയസ്സായ മകൾ മരിക്കാറായിരിക്കുക. യേശുവെ, നീ ഒന്ന് വീട്ടിലേക്ക് വരണേ. അവൻ കർത്താവിനെ വിളിക്കുക. അവനൊരു പള്ളി പ്രമാണിയാണ്. കർത്താവ് അവൻ മെഡിക്കൽ സയൻസിലല്ല ആശ്രയിച്ചത്, മനുഷ്യരിലല്ല ആശ്രയിച്ച്, കർത്താവില്ല. അത് സംഭവിക്കണം. എന്ത് ചെയ്യണം? ആദ്യം അവൻ്റെ പാരമ്പര്യത്തെ ജയിക്കണം, അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ ജയിക്കണം, അവനായിരിക്കുന്ന സമൂഹം എന്ത് പറയുന്നുള്ള ചിന്താഗതിയെ ജയിക്കണം. അതേ വിശ്വാസം ജയിക്കുന്നതാണ്. ആ ജയിക്കുന്ന വിശ്വാസം അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവിൻ്റെ ചുറ്റും ആയിരങ്ങളാണ്. അവൻ ആ സാഹചര്യത്തെ മറികടന്നു. വിശ്വാസത്താൽ കർത്താവിൻ്റെ കാൽക്കൽ വീണവനെ നമസ്കരിച്ചു. അവൻ കാര്യം പറഞ്ഞു, കർത്താവിനെ കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. വിശ്വാസം അത് അവസരത്തിനൊത്തുയരും. ആമേൻ. എന്നാൽ അവൻ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ ആ യാത്രാ മധ്യേ ജനം തട്ടിമുട്ടി നടക്കുക. അതിനിടയ്ക്കൂടെ ഒരു ബലാത്കാരി വന്നു, രക്തസ്രവക്കാരി. അവൾ പരിജ്ഞാനത്തോടെ വിശ്വാസത്തെ ഉപയോഗിച്ചു. യേശുവിൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പൽ തൊട്ടിട്ട് അവങ്കിൽ നിന്ന് ശക്തിയെ ചോർത്തിയെടുത്ത് അവൾ സൗഖ്യം പ്രാപിച്ചു. വിശ്വാസം അത് അവസരത്തിനൊത്തുയരും. ഹല്ലേലൂയ. ശേഷം നമുക്കറിയാം, യായിറോസ്, ഹല്ലേലൂയ, അവൻ്റെ വീട്ടിൽ നിന്ന് മരണത്തിൻ്റെ ദൂത് വന്നെങ്കിലും കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചു. അവനെയും കൊണ്ട് വീട്ടിൽ പോയി മരിച്ചുപോയ മകളെ ജീവനോടെ മടക്കി പ്രാപിച്ചു. ആകയാൽ അറിയുക, വിശ്വാസം അത് ജയിക്കുന്നതാണ്. സാഹചര്യത്തെ ജയിക്കും, പാരമ്പര്യത്തെ ജയിക്കും, ആചാരാനുഷ്ഠാനങ്ങളെ ജയിക്കും. അത് മുന്നോട്ട് കുതിക്കും. അത് ഊഴം കാത്തു നിൽക്കില്ല, പകരം അവസരത്തിനൊത്തുയരുകയും അവസ്ഥകൾ മാറുവോളും കർത്താവിൽ ആശ്രയിക്കും, മുന്നോട്ട് കുതിക്കുകയും ലക്ഷ്യം പ്രാപിക്കുകയും ചെയ്യും. അതേ നന്മ പ്രാപിക്കും. അതാ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസമാണ് നമ്മിൽ. ആകയാൽ മുന്നോട്ട് കുതിക്കുക, ധൈര്യത്തോടെ ആയിരിക്കുക. പുണ്യകർത്താവ്, വിശ്വാസത്തിൻ്റെ നായകൻ കൂടെയുണ്ട്. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, കൃപയിൽ സൂക്ഷിക്കട്ടെ, വമ്പൻ അത്ഭുതമാകട്ടെ. ഇന്ന് നല്ല കർത്തവസം ആരാധനയ്ക്ക് പോകാം, കർത്താവിനെ മഹത്വപ്പെടുത്താം, പ്രാപിക്കാം വമ്പൻ നന്മകൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.